ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒന്നാമത്തെ ആൾ, ആദ്യത്തെ മുസ്ലിം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ദീനിനെ പ്രബോധനം ചെയ്യുമ്പോൾ ഇത് ഹക്കായ ദീനാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്നും വിശ്വസിച്ചുകൊണ്ട് ഈ ആശയത്തിലേക്ക് ആദ്യമായി കടന്നു വന്ന പുരുഷൻ അത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ബഹുമാനപ്പെട്ടവർ വഫാത്തായ മാസമാണ് ജമാദുൽ ഉഖ്റ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ 2 വയസ്സിന് ഇളയ ആളായിരുന്നു സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആദ്യമായി ദീന് വിശ്വസിച്ച മനുഷ്യനെ കുറിച്ച് നമ്മൾ അറിയുകയും പഠിക്കുകയും വേണം. നമ്മുടെ മുൻഗാമികളായ ആളുകൾ ഖുർആൻ പഠിപ്പിക്കുന്നത് പോലെ ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത് കാണാം. മുൻഗാമികൾ ഖുർആൻ പഠിപ്പിക്കുന്നത് പോലെ അവരുടെ മക്കൾക്ക് സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെയും സ്വഹാബത്തിന്റെയും ഒക്കെ ജീവിതം പഠിപ്പിച്ചു കൊടുത്തിരുന്നു. ഇസ്ലാമിലേക്ക് ഒന്നാമത് വന്നു എന്ന് മാത്രമല്ല, ഒരു മനുഷ്യനും കരസ്ഥമാക്കാൻ കഴിയാത്ത ധാരാളം മഹിമകളുടെ ഉടമയാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്ന പുരുഷൻ അതിന് ലോകത്തൊരാൾക്കും കരസ്ഥമാക്കാൻ കഴിയുന്ന പദവിയല്ല. മഹാന്മാരായ അമ്പിയാക്കൾക്കു ശേഷം സ്വർഗത്തിലേക്ക് ആദ്യമായി പ്രവേശിക്കുന്നയാൾ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖാണ് റളിയല്ലാഹു അൻഹു. അതാർക്കും നേടിയെടുക്കാവുന്ന പദവിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരു പ്രവാചകന്റെ കൂടെ 14 ദിവസത്തോളം ഏകനായി സഹയാത്രികനായി കൂടെ കൂടാൻ പറ്റിയ ആൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഹിജ്റയിൽ ഉണ്ടായിരുന്നയാൾ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ എണ്ണി പറയാൻ ധാരാളമായ പവിത്രതകളുള്ള മഹാനാണ്. ഇസ്ലാമിന് വേണ്ടി ഒന്നാമതായി പ്രസംഗിച്ചയാളും സയ്യിദുനാ സിദ്ദീഖാണ് റളിയല്ലാഹു അൻഹു. നമ്മളെപ്പോഴും ചരിത്രങ്ങളൊക്കെ കേൾക്കാറുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരെന്താണ്? അബൂബക്കർ സിദ്ദീഖ് എന്നവരുടെ യഥാർത്ഥ പേരെന്താ? അബ്ദുല്ലാ എന്നായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ യഥാർത്ഥ പേര്. അബ്ദുല്ലാ. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിയോഗിതരാകുന്നതിന് മുമ്പ് തന്നെ മക്കയിലെ ഒരു തിന്മയിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങളിലും കൂട്ടുണ്ടായിരുന്ന ആളല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രബോധനത്തിന് ശേഷം സ്വഹാബത്ത് കൂടിയിരുന്നൊരിക്കൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ ചോദിച്ചു, നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മക്കയിലായിരിക്കുമ്പോൾ ജാഹിലിയത്തിൽ പോലും ഒരൽപ്പം മദ്യപിച്ചിട്ടില്ല. ഉടനെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സത്യമാണ് സിദ്ദീഖ് പറഞ്ഞത്. സിദ്ദീഖ് ആ കാലത്ത് പോലും സുലഭമായി എല്ലാവരും മദ്യം ഉപയോഗിക്കുന്ന ഒരു കാലത്ത് പോലും സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് ചെയ്തിട്ടില്ല. ഏതാണ് സത്യമെന്ന് അന്വേഷിക്കുകയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന സൃഷ്ടാവിനെ കുറിച്ച് അന്വേഷിക്കുകയും പഠിക്കുകയും ഇനി വരാനൊരു പ്രവാചകനുണ്ട് അറേബ്യയിൽ, അത് മക്കക്കാരുടെ ഇടയിൽ നിന്നാണെന്ന് നേരത്തെ മനസ്സിലാക്കുകയും ചെയ്ത നേതാവാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനം തുടങ്ങിയ ഉടനെ തന്നെ അല്ലാഹുവിൽ വിശ്വസിച്ചു, അല്ലാഹുവിന്റെ റസൂലിലും വിശ്വസിച്ചു. അവിടുന്ന് പിന്നീട് പ്രബോധനം ചെയ്യുകയാണ്. അവിടുത്തെ പ്രബോധനം കാരണം ഇസ്ലാമിലേക്ക് വന്നയാളാണ് സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, സയ്യിദുനാ സുബൈർ റളിയല്ലാഹു അൻഹു. അങ്ങനെ തുടങ്ങിയ പ്രമുഖരായ സ്വഹാബികൾ ഇസ്ലാമിലേക്ക് വരാൻ കാരണം സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രവർത്തനമാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിൽ പ്രബോധനം നടത്തി. ആ പ്രബോധനങ്ങളും ജീവിതവും നമ്മൾ പഠിച്ചിരിക്കുക. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമായിരുന്നു. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് പോയപ്പോ എന്റെ പിതാവ് കരയുന്നത് ഞാൻ കണ്ടു. ജീവിതത്തിൽ അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. മക്കയിലെ സർവരാലും ബഹുമാനിക്കപ്പെടുന്ന നേതാവാണ്, മാന്യനാണ്, മികച്ച ബിസിനസ്സുകാരനാണ്, എല്ലാവരും ബഹുമാനിക്കുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു.
പക്ഷേ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞങ്ങൾ അദ്ദേഹം കരയുന്നത് കണ്ടിട്ടില്ല. കരഞ്ഞത് ഒരു ദിവസം അള്ളാഹുവിന്റെ റസൂല് പോയി വന്നിട്ടിങ്ങനെ പോകുമ്പോ കരയുകയാണ്. ഞാൻ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, ഉപ്പാ എന്തിനാണ് അങ്ങ് കരയുന്നത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ എൻ്റെ ഉപ്പയോട് ചോദിച്ചു എന്തിനാണ് കരയുന്നത്. ഉടനെ പറഞ്ഞു, ഇത് സന്തോഷം കൊണ്ടുള്ള കരച്ചിലാണ് മോളെ. അള്ളാഹു അവന്റെ പ്രവാചകനോടൊപ്പം യാത്ര ചെയ്യാൻ എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാനിതാ എല്ലാം ഉപേക്ഷിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ പോവുകയാണ്. അള്ളാഹുവിന്റെ റസൂല് കൂടെ ചെല്ലണമെന്ന് പറഞ്ഞപ്പോ എനിക്ക് നിയന്ത്രണം വിട്ടുപോയി ആയിഷ. ഞാൻ കരയാനുള്ള കാരണം അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ യാത്ര ചെയ്യാൻ കിട്ടുന്ന അവസരം ആലോചിച്ചാണെന്ന് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒന്ന് കൂടെ വരൂ എന്ന് പറഞ്ഞാൽ നമുക്കും പല കൂട്ടുകാരും ഉണ്ട്. അള്ളാഹുവിന്റെ റസൂല് ഹിജ്റയ്ക്ക് വിളിക്കുന്ന ആ രംഗം ആലോചിച്ച് നോക്കൂ. സിദ്ദീഖേ, നിങ്ങൾ എൻ്റെ കൂടെ വരണം. അപ്പോൾ അറിയാം ഇനി ഇങ്ങോട്ട് തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷയില്ല, ഈ വീട്ടിലേക്ക് മടങ്ങി വരും എന്നൊരു പ്രതീക്ഷയില്ല. കാരണം ഈ മക്കയിൽ നിന്ന് തന്നെ ഹിജ്റ പോവാൻ എത്രയോ ദിവസങ്ങൾ നീണ്ട യാത്രയാണ്. അതിനുവേണ്ടി വാഹനമൊരുക്കി, അതിനു വേണ്ട തയ്യാറെടുപ്പുകളൊക്കെ നടത്തി, എല്ലാ കച്ചവടങ്ങൾ, സംവിധാനങ്ങൾ, ഇതുവരെ ജീവിതത്തിൽ അധ്വാനിച്ചതെല്ലാം മക്കയിൽ ഉപേക്ഷിച്ച് നിങ്ങൾ എൻ്റെ കൂടെ വരൂ എന്ന് പറയുമ്പോഴാണ് സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ കൂടെ പോകുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദീനിനു വേണ്ടി എല്ലാം ഉപേക്ഷിച്ചുള്ള യാത്രയാണത്. അല്ലാതെ വെറുതെ എൻ്റെ കൂടെ വരൂ, ഒന്നും നഷ്ടപ്പെടാനില്ലാത്തൊരു യാത്രയല്ല. എല്ലാം നഷ്ടപ്പെടുമെന്ന് ഉറപ്പാകുന്ന നേരത്തും ഞാൻ കൂടെ വരും. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പമുള്ള യാത്ര. അതിലൂടെ എനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് മക്കയാണ്. ഞാൻ ഇത്രയും കാലം ജീവിച്ച, ഉണ്ടാക്കി വെച്ച എന്റെ അധ്വാനങ്ങളെല്ലാമാണ് നഷ്ടപ്പെടുന്നത് എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അറിയാമെങ്കിലും അവിടുന്ന് ഞാൻ വരാം, ഇനി ഒരിക്കലും മടങ്ങി വരുമെന്നൊരു പ്രതീക്ഷയുമില്ലാത്തൊരു രാത്രി. കണ്ടാൽ കൊല്ലാനാണ് മക്കയിലെ ജനങ്ങൾ പറയുന്നത്. കണ്ടടത്ത് വെച്ച് കൊന്നുകളയൂ എന്ന് പറഞ്ഞ് ജനങ്ങൾ വാളും മൂരിപ്പിടിച്ചു നടക്കുന്ന സമയം കൂടെ വരാം നബിയെ ഞാനെന്ന് പറഞ്ഞു വന്നയാളാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നമ്മളൊക്കെ ഇസ്ലാമിന് വേണ്ടി എന്താണ് ഉപേക്ഷിച്ചിട്ടുള്ളത്? ദീനിനു വേണ്ടി നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? നമ്മൾ ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിന്റെ മതത്തിനു വേണ്ടി നമ്മുടെ ഏതെങ്കിലും ഒരു സുഖം, ഒരു സൗകര്യം നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ടോ? ദീനിനെ നമുക്ക് പറ്റുന്ന രീതിയിൽ ഇങ്ങോട്ടാക്കിയെടുത്തു എന്നല്ലാതെ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഒരു സാക്രിഫൈസ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഒന്നും നമ്മൾ ത്യജിച്ചിട്ടില്ല, ഒന്നും നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടില്ല. ഇസ്ലാമിലേക്ക് വന്ന ആദ്യകാലത്ത് വന്ന മഹാന്മാരായ സ്വഹാബിമാർ പലരും അടിമകളായിരുന്നു. അവരെ ക്രൂരമായി ഉപദ്രവിക്കുന്ന സമയത്ത് അവരെ കൈപിടിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ വെളിച്ചത്തിലേക്ക് വന്നതിന്റെ പേരിൽ പ്രയാസം അനുഭവിച്ചിരുന്ന സ്വഹാബിമാർ, ആ സ്വഹാബിമാരെ കൈപിടിച്ചുകൊണ്ട് ദീനിലേക്ക്, അള്ളാഹുവിന്റെ മതത്തിലേക്ക് സ്വതന്ത്രരായി വരാൻ അവസരമൊരുക്കിയത് സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ബിലാൽ എന്നവരെ മോചിപ്പിച്ചത് സയ്യിദുനാ സിദ്ദീഖാണ് റളിയല്ലാഹു അൻഹു. കുറെ അടിമകളെ മോചിപ്പിച്ചു. അപ്പോ ആപ്പ ചോദിച്ചു, എന്തായാലും അടിമകളെ മോചിപ്പിക്കുന്നുണ്ടല്ലോ, ഏതായാലും പൈസ ചെലവഴിച്ച് കുറെ അടിമകളെയൊക്കെ മോചിപ്പിക്കുന്നുണ്ടല്ലോ, നല്ല ആരോഗ്യമുള്ള 1-2 ആളുകളെ മോചിപ്പിച്ചൂടെ? നമ്മുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കാനൊക്കെ പറ്റിയ, നമ്മുടെ പറമ്പിലും നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ പറ്റിയ അടിമകളായ ആരോഗ്യവാന്മാരായ 2 പേരെ മോചിപ്പിച്ചുകൂടെ? അല്ലെങ്കിൽ കുറച്ച് ആളുകളെ മോചിപ്പിച്ചുകൂടെ? സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മോചിപ്പിക്കുന്നത് എൻ്റെ വീട്ടിൽ അവരെ ജോലിക്ക് നിർത്താനല്ല. അള്ളാഹുവിന്റെ ഖുർആൻ ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങളെ പ്രശംസിക്കുകയാണ്. വസയുജന്നബുഹൽ അത്ഖല്ലദീ യുഅതി മാലഹു യതസക്ക വമാ ലിഅഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ ഇല്ലാ ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അലാ. അള്ളാഹുവിന്റെ പ്രീതിയല്ലാതെ അവിടെ വേറൊന്നും ലക്ഷ്യമില്ല. നമ്മളൊക്കെയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ, സ്വതക്ക കൊടുക്കുമ്പോൾ, പ്രയാസങ്ങൾ അകറ്റുമ്പോൾ, സഹായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വരേണ്ടത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ്. വേറൊരു ചിന്തയും അവിടെ ഇല്ല. ഇതിലൂടെ എനിക്ക് അള്ളാഹുവിന്റെ പ്രീതി കിട്ടണം, ഇതിലൂടെ എനിക്ക് റബ്ബിന്റെ തൃപ്തി കിട്ടണമെന്നല്ലാത്ത ഒരു ചിന്തയും ഇല്ല. ഇല്ലാ ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അലാ. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൈപിടിച്ചു കൊണ്ടുവന്ന ബിലാലാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ എഴുന്നേറ്റു നിന്ന് പരിശുദ്ധമായ ഈ ദീനിന്റെ വെളിച്ചത്തെ ലോകം മുഴുവനും കേൾക്കുന്ന മാത്രയിൽ വിളിച്ചു പറഞ്ഞത് അല്ലാഹു അക്ബർ. ബിലാലിന്റെ ശബ്ദം ഒഴുകി പരക്കുമ്പോഴെല്ലാം
അതിന്റെ പിന്നിലുണ്ടായിരുന്ന ഒരു കൈ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖാൻ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരുടെ ജീവിതം അങ്ങനെ നീണ്ടു കിടക്കുന്നു. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പരിശുദ്ധമായ ദീനിനെ പ്രബോധനം ചെയ്തിരുന്ന സമയം ആ ദീനിന്റെ പാഠങ്ങളുമായി സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഖുറൈശികളുടെ ഇടയിൽ എഴുന്നേറ്റു നിന്നു. ഞങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസം ഇതാണ്, ആശയം ഇതാണ് എന്ന് പറഞ്ഞ ഉടനെ ചെരുപ്പുകൾ കൊണ്ട് ശത്രുക്കൾ ബഹുമാനപ്പെട്ടവരെ ആക്രമിച്ചു. ബോധരഹിതനായി സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു താഴെ വീണു. ആ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് വലിയ മനസ്സിന്റെ ഉള്ളിൽ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് വിടരുന്നത് കാണാം. ബോധരഹിതനായി വീണ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് കണ്ണു തുറക്കുന്ന സമയം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന നേതാവിനെ ചോദിക്കുകയാണ്. കണ്ണ് തുറന്ന ഉടനെ ചോദിച്ചത്, എവിടെയാണ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം? ബോധരഹിതനായി ബോധം നഷ്ടപ്പെട്ട് 2 ദിവസങ്ങൾ കഴിഞ്ഞ് എഴുന്നേൽക്കുന്ന നേരത്തും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചോദിക്കുകയാണ് സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുപോലെ ഒരിക്കൽ പരിശുദ്ധമായ കഅബാലയത്തിന്റെ അരികിലേക്ക് വന്നു. അവിടുന്ന് നിസ്കരിക്കാൻ വേണ്ടി നിസ്കാരത്തിലേക്ക് പ്രവേശിച്ച ഉടനെ ശത്രുക്കളിൽ നിന്നൊരാൾ ഉഖബത്ത് ഇബ്നു അബീ മുഅയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്നു. അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഷാൾ കൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഴുത്തിൽ ചുറ്റി. എന്നിട്ട് പിറകിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉഖബത്ത് വലിച്ചു. അള്ളാഹുവിന്റെ റസൂലിന്റെ കഴുത്തിൽ ആ ഷാളിങ്ങനെ മുറുകുകയാണ്. അപ്പോഴാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്നത്. ബഹുമാനപ്പെട്ടവരുടെ ചോദ്യം, അല്ലാഹു ആകുന്ന റബ്ബിനെ കുറിച്ച് പറഞ്ഞതിന്റെ പേരിലാണോ നിങ്ങൾ എന്റെ പ്രവാചകനെ ദ്രോഹിക്കുന്നത്? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ധീരമായ ഇടപെടൽ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഴുത്തിൽ ഷാൾ കൊണ്ട് മുറുക്കിയ ഉഖബ അതിന്റെ 2 കൈകളും വിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുഭവിച്ച ത്യാഗം എത്രയാണ്! അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളൊക്കെ ഇന്ന് സുഖലോലുപതയുടെ മടിത്തട്ടിൽ ജീവിക്കുന്ന ആളുകളാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കഴുത്തിൽ കഅബാലയത്തിന്റെ അരികിൽ വെച്ച് ഷാൾ മുറുക്കിക്കൊണ്ട് കൊല്ലാൻ ശ്രമിച്ച നേരം അവിടെ വന്ന് ഇടപെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ നിങ്ങൾ ഇല്ലാതെയാക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണോ? അള്ളാഹു ആകുന്ന രക്ഷിതാവിനെ കുറിച്ച് പറഞ്ഞതിന്റെ പേരിലാണോ ഈ നബിയെ നിങ്ങൾ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നത്? എത്ര വലിയ അപരാധമാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നരകത്തിൽ നിന്ന് മോചിതനായ ഒരാളെ കാണണോ? അതീഖ് ദാ നടന്നു പോകുന്നു എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ചൂണ്ടി പറഞ്ഞിട്ടുണ്ട്. ആ ജീവിതത്തിൽ ഒരുപാട് വലിയ മുഹൂർത്തങ്ങളുണ്ട്. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സകലതും നടത്തിയ ആൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഇരിക്കുമ്പോൾ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ സമ്പത്ത് എനിക്ക് ഉപകാരപ്പെട്ടതുപോലെ, ദീനിന് ഉപകാരപ്പെട്ടതുപോലെ വേറൊന്നും ഉപകാരപ്പെട്ടിട്ടില്ല. അത്രയും വലിയ സംഭാവനയാണ് സയ്യിദുനാ സിദ്ദീഖിൽ നിന്ന് കിട്ടിയത്. ഉടനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാനും എൻ്റെ സമ്പത്തും അങ്ങേക്കുള്ളതല്ലേ നബിയെ എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിന്റെ വലിയ ചരിത്രപരമായ ഘട്ടങ്ങളിലൊക്കെ സിദ്ദീഖ് തങ്ങളുടെ ഇടപെടലുകൾ കാണാം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി. ആ രംഗമൊന്ന് മാനേജ് ചെയ്യാൻ ആർക്കും കഴിയുമായിരുന്നില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്ന് വിദൂരമായ ഒരു സ്ഥലത്തായിരുന്നു സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്ന നേരത്ത് അവിടുന്ന് മദീനയിൽ ഉണ്ടായിരുന്നില്ല, സുൻഹിലായിരുന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാമത്തിന് പള്ളിയിലേക്ക് വരാൻ കഴിയാതെ ആയപ്പോ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ അടുക്കലേക്ക് ചെന്നു. നബിയെ, അങ്ങ് ഇമാമത്തിന് വരില്ലേ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അബൂബക്കറിനോട് കയറി നിൽക്കാൻ പറയൂ. ഉടനെ സയ്യിദുനാ ബിലാൽ ചോദിക്കുന്ന ഒരു ചോദ്യം, യാ റസൂലല്ലാഹ്, അങ്ങയുടെ സ്ഥാനത്ത് കയറി നിൽക്കുമ്പോ
അങ്ങയെ കാണാത്ത സങ്കടം കൊണ്ട് സയ്യിദുനാ സിദ്ദീഖിന് നിസ്കാരത്തിലെ ഖിറാഅത്ത് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ നബിയെ? അങ്ങയെ കാണാത്ത സങ്കടം കൊണ്ട് അങ്ങ് നിൽക്കുന്ന ഇടത്ത് കയറി നിൽക്കുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിഷമം കൊണ്ട് പ്രയാസം കൊണ്ട് പൊട്ടിപ്പോകില്ലേ നബിയെ? അതുകൊണ്ട് അങ്ങ് വരണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിർബന്ധിച്ചു എന്നാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരികയും അവിടെ വന്നിട്ട് സിദ്ദീഖ് തങ്ങളോട് നിങ്ങൾ കയറി നിൽക്കൂ എന്ന് പറയുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗാവസ്ഥയിലായ നേരം, പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രയാസപ്പെടുന്ന നേരത്തൊക്കെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ പ്രയാസത്തെ അനുഭവിക്കുന്നുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു രാത്രി ലോകത്തുള്ള സകല വിശ്വാസികളുടെയും ജീവിതം മുഴുവൻ ചെയ്ത ഇബാദത്തുകൾക്കും തുല്യമാകാത്ത രാത്രിയാണ്. ആ രാത്രി ഹിജ്റയിലെ രാത്രിയാണ്. അള്ളാഹുവിന്റെ റസൂലിനെ എടുത്തുകൊണ്ട് നടന്ന ഒരു പാതിരാവ്, അള്ളാഹുവിന്റെ റസൂലിനെ എടുത്തുകൊണ്ട് നടന്ന, നമുക്കൊക്കെ നമ്മെക്കാൾ 2 വയസ്സ് പ്രായമായ ഒരാളെ എടുത്തുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ എത്ര പ്രയാസം ഉണ്ടാവും. 2 വയസ്സ് കൂടുതലുള്ള ആൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ 2 വയസ്സ് മാത്രം പ്രായം കുറവായ ആളാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഹിജ്റ പോകുമ്പോൾ നബി തങ്ങൾക്ക് 53, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് 51 വയസ്സ്. ആ 51ാമത്തെ വയസ്സിൽ 53 വയസ്സുള്ള അള്ളാഹുവിന്റെ റസൂലിനെ അവിടുന്ന് എടുത്തു രാത്രിയിൽ. എന്തിനാണ് എടുത്തത്? നടന്നു പോകുന്ന വഴിയിൽ കല്ലുകളും മുള്ളുകളും ഉള്ളത് കൈകൊണ്ട് മാറ്റി, എടുത്തു മാറ്റാൻ കഴിയാത്ത കള്ളിമുള്ളുകളുണ്ട്, കല്ലുകളുണ്ട്. അതിലൂടെ നടന്നാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പാദം പൊട്ടിപ്പോകുമോ എന്ന് ഭയപ്പെട്ടപ്പോ കയറൂ നബിയെ എന്റെ ചുമലിൽ, ഞാൻ നടക്കാമെന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ രാത്രി ഈ ലോകത്തുള്ള സകല ജനങ്ങളുടെയും ഇബാദത്ത് പകരം വെച്ചാലും പകരം കിട്ടാത്തൊരു രാത്രിയാണ്. അവിടുത്തെ മടിയിലല്ലേ അള്ളാഹുവിന്റെ റസൂല് കിടന്നുറങ്ങിയത്, ആ സൗർ ഗുഹയുടെ ഇരുട്ടിന്റെ ഉള്ളിൽ. അതുകൊണ്ടല്ലേ ഖുർആൻ വസാനി യസ്നൈനി ഇദ്ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങൾ വഫാത്തായ ഉടനെ ഓടി വരികയാണ്. അപ്പോൾ അവിടെ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഹബീബായ നബി തങ്ങളെ വഫാത്ത് അറിഞ്ഞിട്ട് പകച്ചുപോയി. അവിടുന്ന് പറഞ്ഞു, എന്റെ റസൂൽ വഫാത്തായി എന്ന് ആരെങ്കിലും പറയുന്ന പക്ഷം ഞാൻ അവന്റെ കൈകാലുകൾ ഛേദിച്ചു കളയും. അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായിട്ടില്ല. ഉൾക്കൊള്ളാൻ കഴിയാതെ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്നത് വരെ മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ വാക്ക് കേട്ട് ജനങ്ങൾ വിറങ്ങലിച്ചു നിൽക്കുമ്പോഴാണ് സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്നത്. വലിയ വൈകാരികമായ ഒരു രംഗമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് വന്നു, അവിടുത്തെ മുഖത്തുണ്ടായിരുന്ന തുണി ഒന്നെടുത്തു മാറ്റിയിട്ട് ഹബീബായ നബി തങ്ങളുടെ നെറ്റിത്തടത്തിലൊരു ചുംബനം കൊടുത്തു. ബി അബി അന്ത വ ഉമ്മി യാ റസൂലല്ലാഹ്. ഹബീബായ നബി തങ്ങൾക്കൊരു ചുംബനം കൊടുത്തിട്ട് തിരിഞ്ഞ് ജനങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും മുഹമ്മദിനെയാണോ ആരാധിച്ചിരുന്നത്? നിങ്ങൾ ആരെങ്കിലും മുഹമ്മദ് നബിയാണോ ആരാധിച്ചിരുന്നത്? എന്നാൽ ഇതാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിരിക്കുന്നു. നിങ്ങൾ അല്ലാഹുവിനെയാണോ ആരാധിക്കുന്നത്? ഹുവ ഹയ്യുൻ ലാ യമൂത്ത്. അവൻ മരണപ്പെടുകയില്ല, എല്ലാ കാലവും ജീവിച്ചിരിക്കുന്നവനാണ്, എല്ലാ കാലത്തുമുള്ള മരണമില്ലാത്ത റബ്ബാണ് എന്നിട്ട് ഓതിക്കൊടുത്തു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫഇമ്മാ തഔ ഖുതിലൻ ഖലബ്തും അലാ അഅഖാബികും. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങൾക്ക് അപ്പോഴാണ് സമാധാനമായത്. ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു, ഇതാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. ആ സമയം ഇസ്ലാമിക ലോകത്ത് ഛിദ്രതയുണ്ടാകാൻ, പൊട്ടിപ്പുറപ്പെടാനിരുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒരു ഭാഗത്ത് കള്ളപ്രവാചകന്മാർ, ഒരു ഭാഗത്ത് സക്കാത്ത് നിഷേധിക്കുന്ന ആളുകൾ, ഇസ്ലാമിനെ മതത്തെ പരിഷ്കരിക്കണമെന്ന വർത്തമാനവുമായി വരുന്ന ആളുകൾ. അത് സിദ്ദീഖ് തങ്ങളുടെ കാലത്തെ ഉണ്ട്. ഖിലാഫത്ത് ഏറ്റെടുത്ത് നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ഈ ജീവിതം നമുക്ക് ഈ ഒരു കുറഞ്ഞ സമയത്ത് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. ജനങ്ങളുടെ ഖലീഫയായതിനു ശേഷം നടത്തിയ ഒരു വലിയ പ്രസംഗം ചരിത്രത്തിലെ ഒരു വലിയ പ്രധാനപ്പെട്ട അടയാളമാണത്. എല്ലാവരും ചേർന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷമുള്ള ഖലീഫയായി സയ്യിദുനാ സിദ്ദീഖ് തങ്ങളെ തെരഞ്ഞെടുത്തു. നാളെ നമ്മുടെ തെരഞ്ഞെടുപ്പുകളുടെ വിധി വരുന്ന ദിവസമാണ്. ജനപ്രതിനിധികൾ പഠിക്കാനാണ്. എല്ലാവരും ചേർന്ന് ഖലീഫയായി തെരഞ്ഞെടുത്ത ഉടനെ നടത്തിയ പ്രസംഗം, ഓ ജനങ്ങളെ, ഞാൻ നിങ്ങളിൽ ഖൈറായ ആളല്ല. ഞാൻ നിങ്ങളിൽ ഖൈറായ ആളാണെന്ന് വിചാരിക്കരുത്. നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനായ ആള് ഞാനല്ല, ഖൈറായ മനുഷ്യൻ ഞാനല്ല. എന്നിൽ നന്മ കണ്ടാൽ നിങ്ങൾ എന്നെ പിന്തുടരൂ.
എന്നിൽ തെറ്റു വന്നാൽ എനിക്ക് തിരുത്തി തരൂ. ആരാണ് ഈ പറയുന്നത്? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവരെക്കാൾ ഖൈറായ ആരാണ് ഈ ഉമ്മത്തിലുള്ളത്? അവിടുന്ന് പറയാണ്, അതാണ് വിനയത്തിന്റെ വർത്തമാനം. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നുള്ളത് ശരിയാണ്, ഞാൻ നിങ്ങളിൽ വലിയ ശ്രേഷ്ഠനാണെന്നുള്ള ചിന്തയൊന്നുമില്ല. നിങ്ങൾ എന്നിൽ ഏതെങ്കിലും തെറ്റു കണ്ടാൽ തിരുത്തി തരൂ, ഞാൻ തിരുത്തിക്കോളാം. വിനയത്തിന്റെ വർത്തമാനം. ഞാൻ നന്മ ചെയ്യുമ്പോൾ നിങ്ങൾ എന്റെ കൂടെ വരൂ. അവിടുന്ന് ഇങ്ങോട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ മതത്തെ അടയാളപ്പെടുത്തിയ വിശാലമായ ഒരു പ്രസംഗം. എല്ലാ അധികാരികളും വായിച്ചിരിക്കേണ്ട പ്രഭാഷണങ്ങളാണ്. ഖലീഫമാരായ ഉടനെ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് നടത്തിയ പ്രസംഗങ്ങൾ. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ ഉടനെ ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു, ഇനി സക്കാത്ത് തരൂല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറ്റൂല. അള്ളാഹുവിന്റെ ദീനിൽ, പടച്ചവന്റെ മതത്തിൽ ഏതെങ്കിലും ഒരു മാറ്റത്തിരുത്തലിന് ഇനി അവകാശമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിങ്ങൾ നൽകിയിരുന്ന ഒട്ടകത്തിന്റെ കയറ് പോലും നിഷേധിച്ചാൽ ഞാനത് പിടിച്ചു വാങ്ങുക തന്നെ ചെയ്യും. ഉടനെ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് തങ്ങളും ഒരുപറ്റം സ്വഹാബത്തും വന്നു. സയ്യിദുനാ സിദ്ദീഖ് തങ്ങളോടൊരു ചോദ്യം. അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായിട്ടല്ലേ ഉള്ളൂ, ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ വരികയാണ്. ആ സമയത്ത് ഇത്ര കാർക്കശ്യം വേണോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദ്യം വന്നു, ഉമറേ, ജാഹിലിയത്തിൽ നിങ്ങൾ ഒരു ധീരനായിരുന്നല്ലോ, ഇസ്ലാമിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ധീരനാകാത്തത്? ജാഹിലിയ കാലത്ത് നിങ്ങൾ ഒരു ധീരനായിരുന്നല്ലോ ഉമറേ, ഇത് അള്ളാഹുവിന്റെ ദീനല്ലേ? ഇവിടെ സക്കാത്ത് നിഷേധിക്കുന്നവർക്കെതിരെ ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും ഈ മതത്തിന് വേണ്ടി പൊരുതുക തന്നെ ചെയ്യും. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ കൂടെ ഉണ്ടാവും. അള്ളാഹുവിന്റെ ദീൻ നിലനിൽക്കാൻ പരിശുദ്ധമായ ഖുർആനിന്റെ ക്രോഡീകരണ ചർച്ചകൾ ആരംഭിക്കുന്നത്. അങ്ങനെ ഈ ഉമ്മത്തിനാവശ്യമായ നടപടികളുമായി ധീരമായി മുന്നോട്ട് പോയ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത് ജമാദുൽ ഉഖറയിലാണ്. 63-ാമത്തെ വയസ്സ്. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഉപ്പ രോഗിയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിനു ശേഷം അവിടുന്ന് ചിരിച്ചു ജനങ്ങൾ കണ്ടിട്ടില്ല എന്നാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഖത്തുണ്ടായിരുന്ന ചിരി അത് അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായതോടുകൂടി അവസാനിച്ചു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആ സ്നേഹം. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 കൊല്ലം കഴിയുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നു, ഇത് ഏതാണ് ദിവസം? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഈ ദിവസം തിങ്കളാഴ്ചയാണ്. ഉടനെ ചോദിച്ചു, റസൂലുള്ളാഹി വഫാത്തായ ദിവസം ഏതാണ്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, യൗമുൽ ഇസ്നൈൻ, തിങ്കളാഴ്ച ദിവസമാണ് അവിടുന്ന് വഫാത്തായത്. അർജൂ അൻ അമൂത ഫീഹി, ആ തിങ്കളാഴ്ച ഞാനും വഫാത്താകുമെന്ന് ഞാൻ കരുതുകയാണ്, ആഗ്രഹിക്കുകയാണെന്ന് സയ്യിദുനാ സിദ്ദീഖ്. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായത് തിങ്കളാഴ്ചയാണോ? എന്നാൽ എനിക്കും തിങ്കളാഴ്ച വഫാത്താകണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മരണം നമുക്ക് വലിയ പാഠമുള്ള മരണമാണ്. അതാ വഫാത്തിന്റെ നേരം വരുമ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വഫാത്തിന്റെ നേരത്ത് പറഞ്ഞു, ഞാൻ വഫാത്തായാൽ എന്റെ ശരീരം നിങ്ങളെടുത്തുകൊണ്ട് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുജറയുടെ ചാരത്തു ചെല്ലണം. അവിടുന്ന് മറപ്പെട്ടു കിടക്കുന്ന ഹുജറയുടെ മുന്നിലേക്ക് ചെല്ലണം. എന്നിട്ട് ഹബീബായ നബി തങ്ങളോട് അനുമതി ചോദിക്കണം. 2 കൊല്ലം മുമ്പ് വഫാത്തായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുജറയുടെ അരികിലേക്ക് നിങ്ങളങ്ങ് ചെല്ലണം. എന്നിട്ട് പറയണം, നബിയേ, ഇദാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ. ആലോചിച്ചു നോക്കൂ, വഫാത്തായ നബി തങ്ങളുടെ ഖബറിന്റെ ചാരത്തേക്ക്, ഹുജറയുടെ ചാരത്തേക്ക് സിദ്ദീഖ് തങ്ങളുടെ ജനാസയും കൊണ്ട് സ്വഹാബത്ത് വരികയാണ്. യാ റസൂലല്ലാഹ്, അങ്ങയുടെ പ്രിയപ്പെട്ട അബൂബക്കർ ഇദാ വാതിലിൽ. ആരാണ് ഈ വിളിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത്. മരണത്തോടുകൂടി എല്ലാം കഴിഞ്ഞോ? അങ്ങനെ കഴിഞ്ഞു എന്ന് പറയുന്നവർ, വഫാത്തായ ഹബീബായ നബി തങ്ങളെ യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് പറയുന്നവർ പുറത്താക്കുന്നത് സയ്യിദുനാ സിദ്ദീഖ് തങ്ങളെയാണ്, മഹാന്മാരായ സ്വഹാബത്തിനെയാണ്. സിദ്ദീഖ് തങ്ങളുടെ വസിയ്യത്ത്, റസൂലുള്ളാഹിന്റെ ഹുജറയുടെ മുന്നിൽ ചെന്ന് നിങ്ങൾ അനുവാദം ചോദിക്കണം.
എന്നിട്ട് എൻ്റെ ജനാസയ്ക്ക് അനുമതി കിട്ടിയാൽ നിങ്ങൾ വേണ്ടതുപോലെ ചെയ്യണം. അവിടുന്ന് നിർദ്ദേശമൊന്നും കിട്ടിയില്ലെങ്കിൽ ജന്നത്തുൽ ബഖീഇലേക്ക് എന്നെ കൊണ്ടുപോയി അടക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറുള്ളത് അവിടുത്തെ വീടിന്റെ ഉള്ളിലല്ലേ, അത് അവിടുത്തെ പ്രൈവറ്റ് സ്പേസ് അല്ലേ. അനുമതി ചോദിക്കൂ. സ്വഹാബത്ത് ചെന്നു നിന്ന് വിളിച്ചു, ഞങ്ങൾ എന്തു വേണം, അങ്ങയുടെ സഹചാരിയായ സിദ്ദീഖിന്റെ ജനാസ ഇതാ. ഉടനെ കേൾക്കുകയാണ്, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്. ഹബീബിനെ ഹബീബിലേക്ക് ചേർത്തോ, ഹബീബിനെ ഹബീബിലേക്ക് പ്രവേശിപ്പിച്ചോ, ഹബീബിനെ ഹബീബിലേക്ക് കൊണ്ടുവന്നോ. അങ്ങനെയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിന്റെ ഉള്ളിൽ അവിടുത്തെ ചാരത്തു തന്നെ അടക്കാനുള്ള കാരണം. ഈ ചരിത്രം ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്. ഇമാം ഹലബി അവിടുത്തെ സീറയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ധാരാളം ഇമാമിയങ്ങൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയ ചരിത്രമാണ്. നിഷേധിക്കാൻ കഴിയുന്ന ചരിത്രമല്ല. റസൂലുള്ളാഹിന്റെ വഫാത്തായ ഹബീബായ നബിതങ്ങളെ പരിശുദ്ധമായ റൗള ഷരീഫിന്റെ മുമ്പിൽ നിന്ന് അനുമതി ചോദിച്ച് സ്വഹാബത്ത് ഉള്ളിലേക്ക് ഖബറടക്കി സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഹബീബിനെ ഹബീബിലേക്ക് കൊണ്ടുവന്നോ എന്നാണ് അവിടുന്ന് അനുമതി കിട്ടിയത്. ഹബീബിനെ ഹബീബിലേക്ക് പ്രവേശിപ്പിച്ചോ. അല്ലാഹു തആല ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങളെ ബറക്കത്ത് കൊണ്ട് നമുക്കൊക്കെ സ്വർഗം നൽകുമാറാകട്ടെ. അതിൻ്റെയൊക്കെ നമ്മുടെയൊക്കെ അവരുടെ ജീവിതം പഠിക്കുന്നതോടൊപ്പം അനസ് ബിൻ മാലിക് തങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ ആരെ സ്നേഹിക്കുന്നുവോ അവരോടൊപ്പമായിരിക്കും സ്വർഗത്തിൽ എന്ന് നബിതങ്ങളിൽ നിന്ന് ഞാൻ കേട്ടതു മുതൽ ഞാൻ ഹബീബായ നബിതങ്ങളെയും സിദ്ദീഖ് തങ്ങളെയും ഉമറുൽ ഫാറൂഖ് തങ്ങളെയൊക്കെ സ്നേഹിക്കുന്നുണ്ട്. കാരണം നാളെ അവരോടൊപ്പം സ്വർഗത്തിൽ പോകാമല്ലോ. അള്ളാഹു നമുക്കൊക്കെയും ആ സ്വർഗം നൽകുമാറാകട്ടെ.